ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റിലീസായ ഹാർട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മൂവിയിൽ പറയുന്നത്. എന്തായാലും അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ശിവയാണ് കാണിക്കുന്നത്. അവൻ രാവിലെ തന്നെ ഭയങ്കര ഉത്തരവാദിത്തത്തോടുകൂടി മാർക്കറ്റിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി ഹോട്ടലിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഭയങ്കര ഉത്തരവാദിത്തത്തോടുകൂടിയാണ് അവൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ അവിടേക്ക് അങ്കിത, മണി എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടർ വരുന്നുണ്ട്. ഈ മണിയും അങ്കിതയും ശിവയുടെ ഫ്രണ്ട്സ് ആണ്. അവര് ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അങ്കിതയുടെ വീട്ടിൽ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് പോയിരിക്കുകയായിരുന്നു. ലേറ്റ് ആയിട്ട് വന്നതിന്റെ പേരിൽ ശിവ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. എന്നാ അങ്കിതയും മണിയും എങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മ വിചാരിക്കും മണി അങ്കിതയും അവിടുത്തെ തൊഴിലാളിയും ശിവ ആണ് അവിടുത്തെ മുതലാളിന്ന്. എന്നാൽ നേരെ തിരിച്ചാണ്. ഈ ഒരു ഹോട്ടല് മണിയുടെയും അങ്കിതയുടെയും ആണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരൻ മാത്രമാണ് ശിവ. പക്ഷെ അങ്ങനെയല്ല മണി അവനെ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു ഹോട്ടലിലെ ഓൾ ഇൻ ഓൾ ആയിരുന്നു ശിവ. അവനോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും മണി ചെയ്യാറ് പോലും. നല്ല പാചകക്കാരെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാണ് മണി പറയുന്നത്. ശിവ എപ്പോഴും ഭയങ്കര സൈലന്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ അവനക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. ആ ഒരു ഹോട്ടല് നന്നായി റൺ ചെയ്യുന്നതിന്റെ ഏക ഉത്തരവാദി ഈ ഒരു ശിവ മാത്രമാണ്. അവൻ തന്നെയാണ് അവിടെ ഫുഡ് ഉണ്ടാക്കുന്നതും. രാത്രി വീട്ടിലേക്ക് പണി കഴിഞ്ഞ് എത്തിയ ശിവക്ക് അവന്റെ അമ്മ വിളിക്കുന്നുണ്ട്. അവന് ഒരുപാട് നാളായി അമ്മയെ വിളിച്ചിട്ട് 6 മാസമായി അവൻ വീട്ടിലേക്ക് പോയിട്ടും. അതുകൊണ്ട് തന്നെ അമ്മ നല്ല പരാതി പറയുന്നുണ്ട്. അച്ഛന് റിട്ടയർ ആവാൻ പോവാണെന്നും ആ ഒരു പൈസ എടുത്ത് മോൻ ഇവിടെ വന്ന് ബിസിനസ് ചെയ്തോ എന്നും അമ്മ അവനോട് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആലോചിക്കാന്നും പറഞ്ഞ് ശിവ ഫോൺ കട്ട് ചെയ്യാണ്. അമ്മ ഇതെല്ലാം പറഞ്ഞത് അച്ഛൻ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നടന്നതെന്നുള്ള ഒരു ആക്ഷൻ ആയിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത്. ആ ഒരു ഹോട്ടലിൽ മാത്രമല്ല ശിവ പാർട്ട് ടൈം ആയിട്ട് ഹെറിറ്റേജ് വാക്കിനൊക്കെ പോവാറുണ്ട്. അങ്ങനെ അവൻ കുറച്ച് ടൂറിസ്റ്റുകൾക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാണ്. അതിനിടയിലാണ് നമ്മളുടെ ഹീറോയിൻ ആയിട്ടുള്ള സാന്തനയെ കാണിക്കുന്നത്. അവള് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടേക്ക് എത്തുന്നത്. ഒരുപാട് നടക്കാനുള്ളതുകൊണ്ട് തന്നെ സാന്തനക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ശിവയുടെ കയ്യിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അവനോട് ചെന്ന് വെള്ളം ചോദിക്കുന്നുണ്ട്. അവൻ കൊടുക്കുന്നുണ്ട്, അവള് കുടിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചെത്തിയപ്പോഴേക്കും അവൻ ഹിന്ദിയിൽ ബസ് ബസ് എന്ന് പറയാണ്. നിർത്ത്, മതി മതി എന്നുള്ള അർത്ഥം. അവളും വേഗം തന്നെ ആ വെള്ളം കൊടുത്ത് തിരിച്ചു പോകുന്ന വഴിക്ക് അവളൊന്ന് വീഴാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവൻ തമിഴിൽ സംസാരിച്ചപ്പോഴാണ് അവനൊരു തമിഴനാണെന്നുള്ള കാര്യം സാന്തന അറിയുന്നത്. അവൾ അവനോട് ഒരുപാട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര സൈലന്റ് ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. കുറെ നേരമായിട്ട് ഇപ്പോ സാന്തനയെ ഒരു പയ്യൻ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാല് കുറച്ച് ഫ്ലേട്ടിംഗ് ഒക്കെ. അവൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശിവയുടെ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ അവര് പോകുന്ന വഴിക്ക് ആ ഒരു ഓട്ടോക്കാരനോട് സാന്തന ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഏരിയ ഏതാന്ന് ചോദിക്കുന്നുണ്ട്. ഓട്ടോക്കാരന് കൃത്യമായിട്ട് അതൊന്നും അറിയില്ലായിരുന്നു. ആക്ച്വലി അവളിപ്പോ ഈ ഒരു ഹരിപ്പൂരിലേക്ക് വന്നിരിക്കുന്നത് തന്നെ അവളുടെ കല്യാണത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ടാണ്. അച്ഛനും അമ്മയും കല്യാണം കഴിക്കാൻ പറഞ്ഞു ബുദ്ധിമുട്ടിച്ചപ്പോ അവരുടെ ശല്യമില്ലാത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നതാണ് അവൾ. ശിവ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് അവന്റെ ഹോട്ടലിന്റെ കാർഡ് കൊടുത്തിട്ട് നല്ല ഫുഡ് കഴിക്കണമെന്ന് തോന്നുമ്പോ അവിടേക്ക് വന്നാ മതി എന്ന് പറയുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ അവരുടെ ഹോട്ടലിലേക്ക് ഒരുപാട് ബൾക്ക് ഓർഡർ കിട്ടിയേക്കാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അത് കൊണ്ടു കൊടുക്കാനായി മണിയും ശിവയും തന്നെയാണ് പോകുന്നത്. അവിടെ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് അത് സാന്തനയുടെ ഓർഡർ ആണെന്ന്. നല്ല ഫുഡാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഓർഡർ ചെയ്തത്. പക്ഷെ ഓണേഴ്സ് തന്നെ വന്നത് ഡെലിവറി ചെയ്യുമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഫുഡ് അവരുടെ ഫ്രണ്ട്സും അവളും ഇരുന്ന് കഴിച്ചിട്ട് അവർക്ക് നല്ല പോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും സാന്തനയുടെ അമ്മ അവളുടെ കല്യാണക്കാരും പറഞ്ഞ് അവളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സാന്തനയും ഫ്രണ്ട്സും വീണ്ടും ആ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നുണ്ട്. ഇവരെ കണ്ട മണി തിരിച്ചറിയും ഒരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന് ശിവയോട് ചെന്ന് പറയുമ്പോൾ അവരെ ഒന്ന് സോപ്പിടാനായി ശിവ അവിടേക്ക് വന്ന് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ ഇത്രയും വലിയ ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ കോംപ്ലിമെന്റ് ആയിട്ടോ ഒന്നുമില്ലേ എന്ന് സാന്തന ചോദിക്കാണ്. ഓടി അടുക്കളയിൽ പോയി അവൻ കോംപ്ലിമെന്റ് ആയിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കി കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് സാന്തന ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് വരാനും കോംപ്ലിമെന്റ് ആയിട്ട് ആ ഒരു ഫുഡ് വാങ്ങാനും തുടങ്ങാണ്. അങ്ങനെ അവര് നല്ല കമ്പനി ആവുന്നുണ്ട്, സംസാരിക്കാനായിട്ട് തുടങ്ങാണ്. ഒരു ദിവസം വർക്ക് ചെയ്താകാൻ മടുത്ത സാന്തന ശിവക്ക് വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് രാത്രി സമയം ആയതുകൊണ്ട് തന്നെ കട പൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാ പോലും ശിവ അതൊന്നും നോക്കാതെ ഫുഡ് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവൾ എന്തോ ഒരു ഹെവി വർക്ക് ചെയ്യാനെന്ന് പറഞ്ഞല്ലോ, അതിന്റെ കോഡിംഗ് ഒന്നും ശരിയാവുന്നില്ല അത്രേ. അത് അവളുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ്. അത് ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവളുടെ സാലറി തന്നെ കട്ടാവും. അവൾ അവിടെ നിന്ന് അച്ഛന്റെ കോള് വന്ന് എഴുന്നേറ്റ് പോകുന്ന സമയം അത് ശരിയാക്കാനായിട്ട് ശിവ നോക്കുന്നുണ്ട്. അത് ശരിയാകുന്നുമുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പോവുകയും അവര് കിസ് ചെയ്യാനായിട്ട് പോകുമ്പോ കോണിബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കാണ്. തുറന്നു ചെന്ന് നോക്കുമ്പോൾ ആരാ? മണിയായിരുന്നു. അവനെ പുറത്തു നിർത്തിയിട്ടാണ് ഇവൻ ഈ ഒരു കലാപരിപാടിക്ക് നിൽക്കുന്നത്. മണി ഒന്ന് വന്നിരുന്നെങ്കിൽ പോകായിരുന്നു, കുറെ നേരമായി ഞാൻ വെയിറ്റ് ചെയ്യണേ എന്ന് പറയുന്നുണ്ട്. ശിവയും അവന്റെ കൂടെ പോകാണ്. ശിവ മണിയെ പുറത്ത് നിർത്തിയിരിക്കുന്ന കാര്യം തന്നെ മറന്നുപോയെന്നാണ് തോന്നുന്നത്. ശിവ ഒരു ദിവസം സാന്തനയും കൂട്ടിക്കൊണ്ട്
സ്റ്റാൾസിനെ കാണിക്കാനായി കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ അവര് സ്റ്റാൾസിനെ നോക്കി ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സാന്ത്വന ശിവയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ശിവക്ക് ഇതിലൊട്ടും തന്നെ താല്പര്യം ഇല്ലാത്തതുപോലെ ഈ ഒരു ലവ് റിലേഷൻഷിപ്പ് ഒന്നും എനിക്ക് പറ്റില്ല എന്നാണ് ശിവ പറയുന്നത്. അപ്പൊ പിന്നെ അന്ന് കിസ് ചെയ്യാൻ വന്നതോ എന്ന് അവള് ചോദിക്കുന്നുണ്ടെങ്കിലും അത് ആ ഒരു മൂമെന്റിൽ പറ്റിപ്പോയതാണെന്നാണ് ശിവ പറയുന്നത്. ശിവക്ക് ഈ ഒരു ലവ് ചെയ്യുന്നതിൽ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. സാന്ത്വന അത് തെറ്റിദ്ധരിച്ച് വേറെ എന്തോ ആണെന്ന് കരുതി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് ശിവ അവന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറയുന്നത്. ആക്ച്വലി അവനക്ക് മുന്നേ 6 വർഷങ്ങൾക്ക് മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. സാഹിദ കോളേജ് പഠിക്കുന്ന സമയത്ത് സാഹി ശിവയെ നന്നായി തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ക്യാമ്പസ് ഇന്റർവ്യൂ നടക്കുന്നത്. ശിവക്ക് ബാംഗ്ലൂരിലെ ഒരു കമ്പനിയില് നല്ലൊരു പോസ്റ്റിംഗ് കിട്ടുന്നുണ്ടെങ്കിലും സാഹിയെ വിട്ട് പിരിയുന്നതുകൊണ്ട് തന്നെ അവൻ കോയമ്പത്തൂര് തന്നെ പോസ്റ്റിംഗ് വേണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് അത് പോസിബിൾ അല്ലായിരുന്നു. അങ്ങനെ അവനക്ക് ആ ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നില്ല. ഈ ഒരു കാര്യം സാഹിയോട് വന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അവനെ പൊട്ടത്തരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയാണ്. കാരണം അവളിപ്പോ പോകുന്നത് US-ലേക്കാണ്, അതും തുടർ പഠനത്തിന് വേണ്ടിയിട്ട്. ഇതറിഞ്ഞ ശിവയും ആകെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. കാരണം അവളെ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവന്റെ ഉള്ള ജോലി പോലും കളഞ്ഞത്. എന്നാൽ അവളിപ്പോ US-ലേക്ക് പോകുകയാണ്. അതും അവനോട് പറയാതെ മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ അവൻ അതിനെ അപ്ലൈ ചെയ്തിരുന്നേനെ എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടിയാണ് സാഹി അവിടെ നിന്ന് പോകുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം അവൻ അവന്റെ അമ്മയായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു ഗേൾ ഫ്രണ്ടിന് US-ലേക്ക് പഠിക്കാൻ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് നീ അവളെ സപ്പോർട്ട് ചെയ്യാത്ത എന്ത് ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ച് അവനെ ചീത്ത പറയാണ് ചെയ്തത്. ഇനിയും നിനക്ക് ട്രൈ ചെയ്യാനുള്ള സമയമുണ്ടെന്നും അമ്മ പറയുന്നുണ്ട്. അത് മനസ്സിൽ വെച്ച് ശിവ US-ലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ കാര്യം സാഹിയോട് അവൻ പറയുന്നുണ്ട്. സാഹിക്ക് എന്നാ ഇത് കേട്ടൊട്ടും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവൾ ആദ്യം പോയി സെറ്റിലായി പിന്നീട് ശിവ പോകാമെന്നാണ് അവൻ കരുതുന്നത്. അവന്റെ ലവ് റിലേഷൻഷിപ്പ് 1000 ദിവസം തികഞ്ഞുകൊണ്ട് തന്നെ അവൻ കേക്ക് വാങ്ങി അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് അവൾക്ക് വില കൂടിയ ഒരു വാച്ച് അവൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാണ്. പക്ഷെ ഇത്രയൊക്കെ കിട്ടിയിട്ടും സാഹിക്ക് ഒട്ടും തന്നെ സന്തോഷേ ഉണ്ടായിരുന്നില്ല. തിരിച്ചെത്തിയ അവള് ഊട്ടിയിലേക്ക് പോകാണെന്നും അച്ഛനെ കാണണമെന്നും പറയുന്നുണ്ട്. അവനും സമ്മതിക്കാണ്. ഇനി 10 ദിവസം കഴിഞ്ഞിട്ടേ അവള് തിരിച്ചു വരൂ. പക്ഷെ ഈ ഒരു 10 ദിവസം ഒന്നും സായി അവനെ കോൾ ചെയ്തിരുന്നില്ല. അവൻ വിളിച്ചിട്ടാണെങ്കിൽ അവളോട്ട് ഫോൺ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ഊട്ടിയിലേക്ക് അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള മണിയെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇടയിൽ വെച്ച് ശിവയുടെ ഈ ഒരു വെപ്രാളം കൊണ്ട് തന്നെ അവർക്ക് ചെറിയൊരു ആക്സിഡന്റും സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല, ചെറുതായിട്ട് തല ഒന്ന് കൊണ്ടുപോയി ഇടിച്ചു, അത്രമാത്രം. ഇപ്പോഴും സായിക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ ഊട്ടിയിലാണെന്നും പറഞ്ഞ് ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോഴാണ് അവൾ ഫോൺ എടുക്കുന്നത്. വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞ അവര് ദൂരെ മാറി നിന്നാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് സായി പറയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് താല്പര്യമില്ലാന്ന്. പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടല്ല, അവൻ സ്നേഹിക്കുന്നത് പോലെ അവനെ സ്നേഹിക്കാനായി അവൾക്ക് പറ്റുന്നില്ല അത്രേ. അവന്റെ ആ ഒരു സ്നേഹം അവൾക്ക് ഇറിറ്റേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിർത്താമെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. അവനാവും വിധം അതൊന്നും കുഴപ്പമില്ല, നിന്നിൽ നിന്ന് ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നില്ല. എനിക്കൊന്ന് ശ്വാസം വിടണം, ഈ ഒരു 10 ദിവസമാണ് ഞാൻ സമാധാനമായിട്ടൊന്നും ചിന്തിക്കാതെ ഇരുന്നത്, എനിക്ക് ഈ ഒരു ലൈഫ് മതിയെന്ന് അവൾ അവനോട് കടുപ്പിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ശിവ അവിടെ നിന്ന് പോകുന്നുണ്ട്. സാഹിക്കും നല്ല വിഷമുണ്ടായിരുന്നു. അവള് നന്നായി തന്നെ കരയുന്നുണ്ട്. ഈ കഥകളെല്ലാം സാന്ത്വനയോട് അവൻ പറയുന്നുണ്ട്. മണിയും അങ്കിതയും ഈ ഒരു കഥ കേൾക്കുന്നുണ്ട്. എന്നാൽ സാഹി നമ്മളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നിന്നെ കൺവിൻസ് ചെയ്യാനും എനിക്ക് പറ്റില്ല, പക്ഷെ നീ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് ആയിട്ട് തുടരാനും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. പിന്നീട് ശിവയും സാന്ത്വനയും ഒട്ടും സന്തോഷമില്ലാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം സാന്ത്വനയുടെ ഫ്രണ്ട്സ് ആ ഒരു ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവള് മാത്രം പോകുന്നില്ല. ശിവ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് വന്നിട്ട് അവള് ഹോട്ടലിലേക്ക് വരാത്തത്. അന്നത്തെ ആ ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് പോയി അവളോട് നീ എന്താണ് ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് ഫുഡ് കഴിക്കാൻ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് എനിക്കിങ്ങനെ ടൈം പാസിന് കളയാനായിട്ട് സമയമൊന്നും ഇല്ലാന്ന് പറഞ്ഞ അവനോട് ദേഷ്യപ്പെടാണ്. അവസാനം അവൻ പോകുന്നതിന് മുമ്പ് അവളോട് ഇനി എന്ത് ആലോചിക്കുകയാണെങ്കിലും എന്നെയും കൂട്ടിക്കൊണ്ട് ആലോചിക്കാൻ പറഞ്ഞ് അവളുടെ ലവ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവളെ കെട്ടിപ്പിടിക്കാണ്. അങ്ങനെ അവര് സെറ്റ് ആവുന്നുണ്ട്. സാന്ത്വനയും കൂട്ടിക്കൊണ്ട് 6 മാസത്തിന് ശേഷമാണ് ഇപ്പൊ ശിവ അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അമ്മക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. സാന്ത്വനയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാണ്. അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും സാന്ത്വനയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അവസാനം രണ്ടുപേരുടെ വീട്ടുകാരും തമ്മിൽ ഇവരുടെ കല്യാണത്തെ പറ്റി സംസാരിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ എൻഗേജ്മെന്റും കഴിയാണ്. ഒരു ദിവസം സാന്ത്വനയെ എവിടെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോകുന്ന ശിവക്ക് ആക്സിഡന്റ് പറ്റുന്നുണ്ട്. അവനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ച്
ട്രീറ്റ്മെന്റ് തുടങ്ങാണ്. സാന്ത്വന മണിയെയും വീട്ടുകാരെയും ഈ ഒരു വിവരം അറിയിക്കുന്നുണ്ട്. ഡോക്ടർ വന്ന് സീരിയസ് ഇഞ്ചുറി ഒന്നും ഇല്ല, വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ തലക്കാണ് അടി കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിയുന്നുണ്ട്. ഒരു ദിവസം ശിവ കണ്ണ് തുറക്കാണ്. ശിവ കണ്ണ് തുറന്നു എന്നറിഞ്ഞ സാന്ത്വനയും ഓടി അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവൻക്ക് അവളെ മനസ്സിലാകുന്നില്ല. എന്റെ വീട്ടുകാരെവിടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. വീട്ടുകാർ വന്നതും പിന്നെ അവൻ ചോദിക്കുന്നത് സാഹിത എന്തേന്നാണ്. അവൾ അറിഞ്ഞില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. മണി അവിടേക്ക് വരുന്നുണ്ട്. മണിയെ അവൻക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്താണ് തല മൊട്ടടിച്ചിരിക്കുന്നത്? നീ കാരണമാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. നിനക്കെന്താ ആക്സിഡന്റ് പറ്റിയിട്ടൊന്നും സംഭവിച്ചില്ലേന്നൊക്കെ മണിയോട് എന്തോ ഒക്കെ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കാണ്. ഇപ്പൊ ശിവക്ക് എന്താണ് പറ്റിയതെന്ന് വെച്ചാല് 6 വർഷം മുന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. സാഹിയായിട്ട് ബ്രേക്കപ്പ് ആയ കാര്യം പോലും ഇപ്പോഴും അവനക്ക് ഓർമ്മയില്ല. അന്ന് ആ ഒരു 10 ദിവസം അവള് ഊട്ടിയിലേക്ക് പോയില്ലേ, അതും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവ. അവനക്ക് ആക്സിഡന്റ് സംഭവിച്ചത് അന്ന് ഊട്ടിയിലേക്ക് അവളെ കാണാനായിട്ട് പോകുന്ന വഴിക്കാണ് സംഭവിച്ചതെന്നാണ് അവൻ കരുതുന്നത്. ഡോക്ടർ ആണെന്ന് വെച്ചാല് അവന്റെ മൈൻഡിക്ക് ഇപ്പോ ഓരോ മെമ്മറീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവന്റെ ബ്രെയിന് തന്നെ വലിയ കുഴപ്പമാകും. അതുകൊണ്ട് പതുക്കെ അവന് ഓർമ്മകൾ തിരിച്ചെടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. സായിയെ കാണണമെന്ന് അവനിപ്പോ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന സാന്ത്വന അവിടെ നിന്ന് വിഷമിച്ചു പോകുന്നുണ്ട്. അവൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവളെ മാത്രമാണ് ഇപ്പൊ അവൻ മറന്നിട്ടുള്ളത്. അങ്കിതനെ മണി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ശിവ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ 6 വർഷം കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. അതും അവൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാനായി അവരുടെ കല്യാണ ഫോട്ടോ എടുത്ത് കാട്ടിക്കൊടുക്കാണ്. ആ ഒരു ഓർമ്മ അവന്റെ മനസ്സിലേക്ക് വന്നപ്പോ അവന്റെ ബ്രെയിൻ വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഡോക്ടർ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് അവരോട് പറയുന്നുണ്ട്. അതൊക്കെ എല്ലാം ഞാൻ തന്നെ പറഞ്ഞാലോന്ന് സാന്ത്വന ചോദിക്കുന്നുണ്ടെങ്കിലും അത് ഒരിക്കലും ചെയ്യരുതെന്നാണ് ഡോക്ടർ പറയുന്നത്. പറ്റുമെങ്കിലല്ല, നിർബന്ധമായിട്ട് സാഹി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നും ഡോക്ടർ പറഞ്ഞുകൊണ്ട് തന്നെ സാന്ത്വന സാഹിയെ വിളിക്കുന്നുണ്ട്. ശിവയുടെ ആ ഒരു കണ്ടീഷനെ കുറിച്ച് സാഹിയോട് പറഞ്ഞിട്ട് അവളോട് ഇവിടേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ വലിയ തിരക്കിലാണെന്നും എനിക്ക് അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യാണ് ചെയ്തത്. അവൾക്ക് ഒരു വിഷമോ ഒരു കമ്മിറ്റ്മെന്റ്സോ അവനോട് ഉണ്ടായിരുന്നില്ല. ശിവ വല്ലാതെ കടന്ന് പ്രശ്നമാക്കിയോണ്ട് തന്നെ അവർ 3 പേരും കൂടി ഇപ്പോ സാഹിയെ കാണാനായിട്ട് ഊട്ടിയിലേക്ക് പോവാണ്. സാഹി US-ലായിരുന്നു. കുറച്ചു ദിവസം മുന്നാണ് ഇപ്പോ ഊട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത്. വഴിയിൽ വെച്ച് സാന്ത്വന സാഹിയെ വിളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും സാഹി ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുതെന്നും എന്തെങ്കിലും പറഞ്ഞ അവനെ തിരിച്ചു കൊണ്ടുപോ, എനിക്ക് ഈ നാടകത്തില് പാർട്ടാവാൻ ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവർക്ക് എങ്ങനെ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഊട്ടിയിലുള്ള അവളുടെ ഗസ്റ്റ് ഹൗസിലേക്ക് അവരെല്ലാവരും കൂടി പോകുന്നുണ്ട്. ഓടിച്ചെന്ന് ശിവ സായിയെ കെട്ടിപ്പിടിക്കുകയാണ്. സായി എന്ന വലിയ ദേഷ്യത്തിലായിരുന്നു. അവൾ ഇപ്പൊ എല്ലാം തുറന്നു പറയുമെന്ന് മണിയും സാന്ത്വനയും വിചാരിക്കുന്നുണ്ട്. എന്നാ അവര് റിക്വസ്റ്റ് ചെയ്തോണ്ട് തന്നെ അവളൊന്നും തുറന്നു പറയുന്നില്ല. നിങ്ങൾ തൽക്കാലം ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത് മാത്രമാണ് സായി പറയുന്നത്. ഒരാഴ്ച ടൈമാണ് സാഹിയോട് സാന്ത്വന ചോദിക്കുന്നത്. ആ ഒരാഴ്ച വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നിന്ന് പൊക്കോളാനായി സായി സമ്മതിക്കുന്നുണ്ട്. അന്ന് രാത്രി എല്ലാവരും ഓരോരോ റൂമിലാണ് കിടന്നിരുന്നത്. പെട്ടെന്ന് രാത്രി മണിയുടെ കൂടെ കിടന്നിരുന്ന ശിവ അവനെ ഉറങ്ങിയതിനു ശേഷം സാഹിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന അവളുടെ റൂമിൽ ചെന്ന് അവൻ കഥ കടക്കുകയാണ്. എന്നിട്ട് അവളോട് ഈ 6 വർഷത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് വിശദീകരിച്ച് പറയാനായിട്ട് പറയുന്നുണ്ട്. സായിക്ക് എന്ന് അവനോട് സംസാരിക്കാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് സായിക്ക് മനസ്സിലാവുന്നത് ആ 10 ദിവസം അവള് വെക്കേഷന് പോയ ആ ഒരു സമയം വരെ മാത്രമേ അവനക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമുള്ളതൊന്നും അവനക്ക് ഓർമ്മയില്ല. ഇത് എന്ത് അവനോട് പറയുന്നുള്ള കാര്യത്തിൽ അവൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. സായിയുടെ റൂമിലേക്ക് ശിവ പോകുന്നത് സാന്ത്വന കണ്ടിട്ടുണ്ടായിരുന്നു. അവള് വേഗം മണിയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. മണി എല്ലാവരും ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ശിവ മണിയെ കൂട്ടിക്കൊണ്ട് അവന്റെ റൂമിലേക്ക് പോകാണ്. സാന്ത്വന ഈ ഒരു കാര്യത്തിന്റെ പേരിൽ സാഹിയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ അവനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുമെന്നാണ് സാഹി പറയുന്നത്. ശിവയുടെ വിവരങ്ങളെല്ലാം ഇപ്പോ ശിവയുടെ വീട്ടുകാരും സാന്ത്വനയുടെ വീട്ടുകാരും മണിയെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. അവന് കാണുന്ന വെച്ചാൽ എല്ലാം കൂടി ഡീൽ ചെയ്താകെ തല പെരുക്കുന്നുണ്ട്. അന്ന് രാത്രി സാന്ത്വനയും സായിയും ഒന്നിച്ചാണ് കിടന്നുറങ്ങിയത്. രാവിലെ ആയ പിന്നെ ശിവ വേഗം ചെന്ന് സായിയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എങ്ങോട്ടോ പോകാമെന്ന് പറയുന്നുണ്ട്. അത് സാന്ത്വന കേട്ടിട്ടുണ്ടായിരുന്നു. സാഹിയെ കൊണ്ട് അവര് മുന്നു പോയിരുന്ന സ്ഥലത്ത് എല്ലായിടത്തും ശിവ പോകുന്നുണ്ട്. പക്ഷെ ആ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ സാന്ത്വന അത് കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ശിവ ആണെന്ന് വെച്ചാൽ അവിടുത്തെ ഓരോ സ്ഥലങ്ങളും നോക്കി നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനും സായിയും കൂടി അന്ന് അവിടെ വെച്ചാണ് അത് ചെയ്തത്, ഇവിടെ വെച്ചാണ് ഇത് ചെയ്തതെന്നൊക്കെ. ഇത് കേട്ടിട്ട് സാന്ത്വനക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. സാന്ത്വനയോട് ശിവ സംസാരിക്കുമ്പോൾ അവൾക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും എന്നാൽ അവനിപ്പോ എന്റെ കൂടെ ഇല്ല എന്നും പക്ഷെ ഉറപ്പായി അവൻ എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ഒരു ഏരിയയിൽ നിന്ന് അവര് പാനിപ്പൂരി കഴിക്കാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ശിവ ഹിന്ദി പറയുന്നുണ്ട്. എന്നാൽ അവനക്ക് എങ്ങനെയാണ് ഹിന്ദി സംസാരിക്കാൻ പറ്റിയതെന്ന് ശിവക്ക് ഓർമ്മ വരുന്നില്ല. ഇത്രയും പാനിപ്പൂരി വാങ്ങിച്ചോണ്ട് തന്നെ കോംപ്ലിമെന്ററി ആയിട്ട് ഒന്നും ഇല്ല എന്ന് സാന്ത്വന പാനിപ്പൂരി കടക്കാരനോട് ചോദിക്കുമ്പോൾ ശിവക്ക് മുന്നിവൾക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ഫുഡ്
ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുത്തത് ഓർമ്മ വരാണ്. അവന്റെ തലക്ക് ഭയങ്കര സ്ട്രെസ് വരുന്നുണ്ട്. അവൻ അവിടെ തല കറങ്ങി വീഴാണ്. വേഗം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ഡോക്ടറെ അടുത്ത് വിളിച്ച് ചോദിക്കുമ്പോൾ അവന്റെ മെമ്മറീസ് റിക്കവർ ആവേണ്ടതിന്റെ സൈനാണ് അത്. ചില സൂചനകൾ കിട്ടുമ്പോൾ മുന്നേ നടന്നതായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയ കുറച്ച് ഹിൻസ് ഒക്കെ അവനക്ക് കൊടുക്കാനായി ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ അവനക്ക് ആ ഒരു തല കറങ്ങിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൻ അതിനെ കുറിച്ച് മറന്നു പോവാണ്. സായിക്ക് ഒരു വലിയ റിസോർട്ടും എത്രയോ ഏക്കർ സ്ഥലവും ഉണ്ടായിരുന്നു. അത് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാന്നുള്ളത് അവൾക്ക് സ്ട്രെസ് ആയിട്ടുള്ള കാര്യമാണ്. ശിവ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ സ്ട്രെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഞാൻ ഇങ്ങോട്ട് താമസം മാറി ഞാൻ നിന്റെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ നോക്കാമെന്നും പറയുന്നുണ്ട്. ശിവയുടെ ഈ ഒരു വർത്താനം കേട്ടിട്ട് അവൻ തന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സപ്പോർട്ട് ആയേനെന്ന് സായി വിചാരിക്കുന്നുണ്ട്. അവനെ ചെറുതായിട്ട് അവൾക്ക് മിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. പിറ്റേ ദിവസം മുതൽ ശിവയുടെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാനായി മണി നന്നായി തന്നെ ശ്രമിക്കുന്നുണ്ട്. അവന്റെ അടുത്ത് ചെന്ന് ഹിന്ദിയിൽ സംസാരിച്ചു നോക്കുന്നു. എന്നാ അവനൊന്നും ഓർക്കുന്നില്ല. അവൻ ഇപ്പോഴും സായിയുടെ പിന്നാലെ നടന്ന് അവൾക്ക് പൂ കൊടുത്ത് അവളെ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സായിക്കിപ്പോ പഴയ കാര്യങ്ങളൊക്കെ വല്ലാതെ മിസ് ചെയ്ത് വരുന്നുണ്ട്. ഒരു ദിവസം സാന്ത്വന ശിവക്ക് വെള്ളം കൊടുത്ത് ബസ് ഹിന്ദി പറയുന്നുണ്ട്. തുടക്കത്തിൽ അവര് മീറ്റ് ചെയ്തപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. അവൻ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവനൊന്നും ഓർത്തില്ല. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി സാന്ത്വന ശിവക്ക് കൊണ്ടുപോയി കോംപ്ലിമെന്റ് ആണെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവനക്കൊന്നും തന്നെ ഓർമ്മ വരുന്നില്ല. സാന്ത്വന ശിവ ഒന്നിച്ചിരിക്കുന്നത് കണ്ട് സായിക്ക് ഇപ്പോ ചെറുതായിട്ട് സങ്കടമൊക്കെ വരാനായിട്ട് തുടങ്ങാണ്. സായിനെ അടുപ്പിച്ച് സാന്ത്വനെ അവോയ്ഡ് ചെയ്യുന്നത് കണ്ട് തന്നെ അവൾക്ക് നല്ല പോലെ വിഷമാവുന്നുണ്ട്. സായി പതുക്കെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാണ്. അന്ന് അവൾക്ക് ഗിഫ്റ്റ് ആയി കൊടുത്ത ആ ഒരു വില കൂടിയ വാച്ച് എടുത്ത് അവൾ കെട്ടുന്നുണ്ട്. ഒരു ദിവസം ഒരു തോട്ടത്തിൽ വെച്ച് ശിവ സായിയെ പ്രപ്പോസ് ചെയ്ത് അവൾക്ക് ഒരു റിംഗ് ഇട്ട് കൊടുക്കാണ്. അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് ശിവ അങ്ങ് വിശ്വസിക്കുകയാണ്. അത് ഫ്രണ്ട്സിനോട് വന്ന് പറയുന്നുണ്ട്. സായി ഈ ഒരു കാര്യത്തിന് സമ്മതിച്ചുകൊണ്ട് തന്നെ സാന്ത്വന വലിയ ദേഷ്യത്തിലായിരുന്നു. നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്നാണ് അവള് ചോദിക്കുന്നത്. എന്താ ഞാൻ എന്ത് ചെയ്യാനാ? അവനക്ക് ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് ഞാന് അവനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നല്ല സായി സാന്ത്വനയോട് പറയുന്നുണ്ട്. അവളുടെ ക്യാരക്ടറിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് സാന്ത്വനക്ക് മനസ്സിലാവുന്നുണ്ട്. സായി നേരെ മണിയുടെ അടുത്ത് ചെന്ന് അവനെയും കൂട്ടിക്കൊണ്ട് വേഗം തന്നെ പോകണമെന്ന് പറയാണ്. കാരണമായിട്ട് അവള് പറയുന്നത് അവൻ ഇനി അധിക ദിവസം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനെ വേണമെന്ന് തോന്നുമെന്നാണ്. സാന്ത്വനയും ഇപ്പൊ വലിയ ദേഷ്യത്തിലായിരുന്നു. എങ്ങനെയാണ് ഒരു ലവറായിട്ട് ഈ ബോയ് ഫ്രണ്ട് വേറെ പെണ്ണിനോട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നതൊക്കെ സഹിക്കാന്നാണ് അവള് മണിയോട് ചോദിക്കുന്നത്. അന്ന് രാത്രി ശിവ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു പെണ്ണിനായി അവൻ കിടക്കുന്ന സമയത്ത് അത് സാന്ത്വനയായിരുന്നു. അവൻ എന്തോ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ തെറ്റെന്ന് പറയാൻ പറഞ്ഞ് അവന്റെ ചുണ്ടിൽ അടിക്കുന്നതായിട്ട്. ഇതുപോലെ ഒരു സിറ്റുവേഷൻ അന്നത്തെ ദിവസം ഉണ്ടാവുകയും സാന്ത്വന അവന്റെ ചുണ്ടിലടിച്ച് തെറ്റെന്ന് പറയാനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അവര് തമ്മിൽ മുന്നേ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നോ അത് മറന്നുപോയതാണെന്നാണ് ശിവ ഇപ്പൊ കരുതുന്നത്. അത് മണിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് മണി പറയുന്നത്. അന്ന് ശിവ അവിടെയുള്ള എല്ലാവരെയും അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. അവനക്ക് വയ്യാത്തതുപോലെ അഭിനയിച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരാനായി മണിയെയും സാന്ത്വനയെയും പുറത്തയക്കാണ്. അവൻ ശരിക്കും ഇതെല്ലാം ചെയ്തത് സായിയായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആൾക്കാർ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ സായിയായിട്ട് അവനക്ക് നല്ല പോലെ മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല. അവളുടെ അടുത്ത് ചെന്ന അവനും ഭയങ്കര റൊമാൻറ്റിക് ആയി അവളെ കിസ് ചെയ്യാൻ പോകുന്ന സമയത്ത് സാന്ത്വന തിരിച്ചെത്തുന്നുണ്ട്. ദേഷ്യത്തിൽ അവള് ബാഗ്സ് എല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങാണ്. ശിവക്ക് അപ്പൊ കാര്യമൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് അവനൊന്നും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി മണി പറയുന്നത് അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ചതിച്ചു എന്നാണ്. അവളും ശിവയോട് പറയുന്നുണ്ട്, എന്റെ ബോയ് ഫ്രണ്ടിനെ ഇനി എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അവളിപ്പോ വലിയ വിഷമത്തിലായിരുന്നു. സാന്ത്വനയെ കൂട്ടിക്കൊണ്ടുവരാനായി മണിയും ശിവയും കൂടി ബൈക്കിൽ പോകുമ്പോഴാണ് അന്ന് സായും ശിവയും ബ്രേക്കപ്പ് ആയ ആ ഒരു മരത്തിന്റെ അടുത്ത് ആ ഒരു സ്ഥലത്ത് ശിവ എത്തുമ്പോ എനിക്ക് ഓർമ്മകളെല്ലാം തിരിച്ചെത്തിയ ഒരു ബ്രേക്കപ്പ് ആയ കാര്യം അവൻ ആലോചിക്കുന്നത്. അങ്ങനെ അവനക്ക് ബ്രേക്കപ്പിന്റെ കാര്യം ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നടന്നതൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ സായിയോട് യാത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പോയിട്ടും സായിക്ക് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു റിങ് നോക്കി സങ്കടപ്പെടാണ്. അവൾക്ക് ശരിക്കും ശിവനെ വലിയ ഇഷ്ടം തന്നെയായിരുന്നു. ശിവ നേരെ പോകുന്നത് സാന്ത്വനയുടെ അടുത്തേക്കാണ്. അവര് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം അവനക്ക് മനസ്സിലാവാണ്. അങ്ങനെ അവര് രണ്ടുപേരും വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോൾ എന്റെ ബോയ് ഫ്രണ്ടിനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് വിശ്വാസം ഉണ്ടെന്ന് സാന്ത്വന പറയുന്നിടത്താണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്